ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇപ്പോൾ നല്ല പോലെ തന്നെ വ്യൂവും കമൻറ്റും ലൈക്കും ഒക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ പാലച്ചായയാണ് റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഏലക്കായും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സുഡാപ്പിയും പാത്തൂസും ഇതിലൊക്കെ ഇരുന്ന് ചായയും റസ്ക്കും ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിലിരുന്ന് ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം ഞാനിപ്പോൾ സബോള, ബീൻസ്, തക്കാളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതുപോലെ തന്നെ പട്ട, കരയാമ്പൂ, ഏലക്കായ, ലീഫ്, പിന്നെ അതുപോലെ തന്നെ നെയ്യും, പിന്നെ ഒരു 3 ഗ്ലാസ് അരി പച്ചരിയും കൂടി അളന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് പച്ചരിക്ക് 3 ഗ്ലാസ് വെള്ളം, അല്ല 6 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഒക്കെ റെഡിയാക്കി എല്ലാതും ഒന്ന് വയറ്റി എല്ലാതും ചെയ്തതിൻ്റെ ശേഷം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അരിയൊക്കെ കഴുകി അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ, വെറും 2 വിസിൽ നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ വിസിലടിയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മൂത്ത ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതവിടെ സമാജത്തിൽ പുസ്തകം കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കൂൾ തുറക്കുന്ന ടൈം ആകുമ്പോൾ എല്ലാ പ്രാവശ്യവും കുട്ടികൾക്ക് പേനയും പുസ്തകവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് മോന് പോവാണ്. അപ്പോഴേക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനോട് കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ സുഡാപ്പിക്കും പാത്തൂസിനും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ചോറൊക്കെ കണ്ടോ, കുഴഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്നും ലിങ്കിലൊന്ന് കയറി നോക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ സുഡാപ്പിക്കും പാത്തൂസിനും വാരി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ സുഡാപ്പി പിണങ്ങിയിരിക്കുക, ആൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പാത്തൂന് വാരി കൊടുക്കുകയാണ്. പക്ഷേ ആദ്യത്തെ വാരിയൊക്കെ അവൾ മേടിച്ചു, പിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് അവൾക്ക് മടിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ, ഇനിയിപ്പോൾ മേത്തൊക്കെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ. ഇപ്പോൾ രാവിലെ തന്നെ മേത്തൊക്കെ ആക്കി ഇനിയിപ്പോൾ വേഗം കുളിപ്പിക്കേണ്ടി വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അവൾക്ക് വാരി കഴിക്കണമെന്ന് വാശിയായപ്പോൾ പിന്നെ ഞാനത് മടിയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് ലീഫും തക്കാളിയൊക്കെ ഒന്ന് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് നിലത്തിടും. പിന്നെ ചോറ് ഞാനിപ്പോൾ വേറെ വെക്കുന്നില്ല, ചോറ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചതാണ്. പിന്നെ ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ സുഡാപ്പിക്ക് വാശി. അപ്പോൾ പിന്നെ ഞാൻ മീൻ മേടിക്കാമെന്നാണ് വിചാരിച്ചത്, മീൻകാരെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചിക്കൻ മേടിച്ചു, എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ അങ്ങനെ ചിക്കൻ മേടിക്കാമെന്ന് വെച്ചാൽ കുറച്ച് മേടിച്ചിട്ടുള്ളൂ കേട്ടോ, ചെറിയൊരു ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ ഒരു 4-5 കഷ്ണം നാളത്തേക്ക് ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതെല്ലാ പ്രാവശ്യം ഞാൻ മേടിക്കുമ്പോൾ മൊത്തത്തിൽ വെക്കാറില്ല കേട്ടോ, വളരെ കുറച്ചാണ് ചിക്കൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് 2-3 കഷ്ണം മക്കൾക്ക് വറുത്ത് കൊടുക്കാനായിട്ട് എങ്ങനെയായാലും ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോറൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചു. പിന്നെ ഇതിപ്പോൾ മോൻ വന്ന് പുസ്തകവും പേനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഡാപ്പിക്ക് 3 പേനയും 4 നോട്ട് ബുക്കും, മോന് ഒരു 7 നോട്ട് ബുക്കും 4 പേനയാണ് കേട്ടോ. ആളതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അവൻ കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം എന്തായാലും സ്കൂൾ തുറക്കാറായില്ലേ, പിന്നെ കുറച്ചും കൂടി കളിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോയതാണ് കേട്ടോ. പുസ്തകമൊക്കെ നല്ല വലിയ നോട്ട് ബുക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പാത്തൂസിന് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ പെങ്ങൾ കൊണ്ടുവന്ന നല്ല ചെനച്ച മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പി കുറച്ചൊക്കെ കഴിച്ച് ആൾ ഉള്ളിലത്തെ മാത്രം കഴിച്ച് തൊലിയൊക്കെ അവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.